ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഷാർജ എക്സ്പോ സെന്റർ ആണ്. വർഷങ്ങളായി ഷാർജ എക്സ്പോ സെന്ററിലാണ് രാജ്യാന്തര പുസ്തകമേള നടക്കാറുള്ളത്. ഒരുപക്ഷെ അടുത്ത വർഷമോ അല്ലെങ്കിൽ അതിനടുത്ത വർഷമോ ഒക്കെ പുസ്തകമേളയുടെ വേദി മാറാനുള്ള സാധ്യതയാണ് ഇന്നിപ്പോ വീഡിയോയിൽ പറയാനുള്ളത്. ഇത് സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഷാർജ ഭരണാധികാരിയും UAE സുപ്രീം കൌൺസിൽ അംഗവുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ്. റേഡിയോ TV പ്രോഗ്രാമായിട്ടുള്ള ഡയറക്ട് ലൈവിലൂടെയാണ് ഷാർജ പുസ്തകോത്സവത്തിന് മറ്റൊരു സ്ഥലം കണ്ടെത്താനുള്ള നിർദ്ദേശം അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഷാർജ മോസ്കിന് എതിർവശത്തുള്ള എമിറേറ്റ്സ് റോഡിനടുത്തായിട്ടായിരിക്കും പുതിയ സ്ഥലം കണ്ടെത്തുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ സ്ഥലം നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഷാർജ ബുക്ക് അതോറിറ്റിക്ക് അവിടെ പുതിയ കെട്ടിടവും മറ്റ് വേദി സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാം. വിപുലമായിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വേദിയായിരിക്കും ഷാർജ ബുക്ക് അതോറിറ്റി അവിടെ ഒരുക്കുക എന്നുള്ള ഒരു കാര്യം അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തവണത്തെ പുസ്തകമേളയിൽ തന്നെ പാർക്കിങ്ങിനടക്കം വീണ്ടും വലിയ ആവശ്യമൊക്കെ വന്നിരുന്നു. അപ്പൊ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഓരോ വർഷവും വലിയ രീതിയിലുള്ള ആളുകൾ പുസ്തകമേളയിലേക്ക് എത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വിപുലമായിട്ടുള്ള സംവിധാനങ്ങളായിരിക്കും പുതിയ വേദിയിൽ ഒരുക്കുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും അധികം വൈകാതെ ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും പുതിയ സ്ഥലത്തേക്ക് ഷാർജ പുസ്തകോത്സവത്തിന്റെ വേദി മാറുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇതോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം സമാപിച്ച 43ാമത് രാജ്യാന്തര പുസ്തകമേളയിൽ എത്തിയ സന്ദർശകരുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏകദേശം 10 ലക്ഷത്തിലധികം സന്ദർശകർ പുസ്തകമേള സന്ദർശിച്ചു എന്നുള്ളതാണ്. അതിൽ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും അധികം ആളുകൾ ഇന്ത്യയിൽ നിന്നാണ്. 46.36% സ്ത്രീകളും പുസ്തകമേളയിലെത്തി. 1,35,000-ലധികം വിദ്യാർത്ഥികൾ പുസ്തകമേള സന്ദർശിച്ചു എന്നുള്ളത് വളരെ പ്രതീക്ഷ പകരുന്ന കാര്യമാണെന്ന് ബുക്ക് അതോറിറ്റി തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഭാവി തലമുറയിലേക്കും വായനാ സംസ്കാരം പകർന്നു വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പുസ്തകമേളയിലെത്തിയ 1 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളെന്നും ഷാർജ ബുക്ക് അതോറിറ്റി പറയുന്നുണ്ട്.